ഡൽഹി ജമാ മസ്ജിദിലും സർവേ വേണമെന്ന് ഹിന്ദുസേന. ജോധ്പൂരിലെയും ഉദയ്പൂരിലെയും ക്ഷേത്രാവശിഷ്ടങ്ങൾ കൊണ്ടാണ് ജമാ മസ്ജിദിന്റെ പടികൾ നിർമ്മിച്ചത് എന്നാണ് ആരോപണം. യാഥാർത്ഥ്യം കണ്ടെത്താൻ ASIയുടെ നേതൃത്വത്തിൽ സർവേ വേണമെന്നാണ് ഹിന്ദുസേന ആവശ്യപ്പെടുന്നത്. ഈ പട്ടിക്കാട്ടങ്ങൾ ഒരു കാര്യം ആലോചിക്കുക. ഞാൻ ആദ്യം പറഞ്ഞതല്ലേ, ഈ മുകൾ ഉണ്ടാക്കിയിട്ടുള്ള പള്ളികളോ അല്ലെങ്കിൽ എന്താ പറയുക ദർഗകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോയി കണ്ടോ. ഇവന്മാർ ഓരോന്നായിട്ട് ദിവസം വെച്ച് ഇവന്മാർ പൊളിക്കും. അതിന് കൊട പിടിക്കാൻ നമ്മുടെ എന്താ പറയുക വിശ്വഗുരു താടിജിയും അതിൻ്റെ താഴത്തുള്ള സകലമാന പട്ടിക്കാട്ടങ്ങളും അതിൻ്റെ താഴത്തുണ്ട്. ഇവന്മാരെല്ലാവരും കൂടെ ഈ പറഞ്ഞ സകല സാധനങ്ങൾ ഇവിടെ പൊളിക്കും. ഇത്രയും പെട്ടെന്ന് ഇതൊക്കെ ഒന്ന് പോയി കണ്ടേക്ക്. ഇപ്പം ഇന്നത്തെ എന്താ പറയുക ASIക്ക് കൊടുത്ത് കത്ത് പോയിട്ടുണ്ട് നമ്മുടെ ഹിന്ദു സേനയുടെ കയ്യിൽ നിന്ന്. ഹിന്ദു സേനയെന്നോ അല്ലെങ്കിൽ വിഷ്ണു സേനയെന്നോ രാമസേനയെന്നോ കൃഷ്ണസേന, സുഗ്രീവ സേന, രാവണ സേന എന്നൊക്കെ പറഞ്ഞിട്ട് ഇവന്മാർ ഇഷ്ടം പോലെ സേനനെ ഇറക്കിയിട്ടുണ്ട്. ഈ സേനകളൊക്കെ ഓരോ ദിവസം ഓരോ പള്ളികളും ദർഗകളും എയിം ചെയ്തിട്ട് ഇതുപോലെ കത്തുകൾ കൊടുക്കുകയും ചെയ്യും. ഇവർ കൊടുത്ത എന്ത് കത്തും അതുപോലെ കണ്ണടച്ച് വിശ്വസിച്ച് നമ്മുടെ ASI നമ്മുടെ ഇന്ത്യയുടെ പുരാവസ്തു ഗവേഷണ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ഈ പറഞ്ഞ പള്ളികളൊക്കെ തോണ്ടുകയും ചെയ്യും. അതിന് കൊട പിടിക്കാൻ സുപ്രീം കോർട്ടും ഉണ്ടാവും, ഈ സകലമാന കോടതികളും ഉണ്ടാവും. പിന്നെ നമ്മുടെ വിശ്വപുരുഷനായിട്ട് സ്വയം പ്രഖ്യാപിത ദൈവം താടിജിയും ഇതിന്റെ പിന്നിലൊക്കെ ഉണ്ട്. അതായത് ഇന്ന് വന്നിട്ടുള്ള പുതിയ കത്താണ് പോയിട്ടുള്ളത് ASIക്ക്. അതായത് നമ്മുടെ ഡൽഹി ജുമാ മസ്ജിദ് പണ്ട് അമ്പലമായിരുന്നു. അങ്ങനല്ല, അതാണ് അതിനെയൊക്കെ കുറച്ചുകൂടെ കോമഡി അതിലുള്ളത്. ഔറംഗസീബ് ഉദയ്പൂർന്നും ജോധ്പൂർന്നും ഒക്കെ ഏതോ ഒരു കൃഷ്ണന്റെ ഏതോ ഒരു അമ്പലം പൊളിച്ചിട്ട് അതിൻ്റെ കല്ലുകൾ വെച്ചിട്ടാണ് ഡൽഹി ജുമാ മസ്ജിദിലുള്ള പടികൾ ഉണ്ടാക്കിയതെന്നാണ് പറഞ്ഞത്. എന്തായാലേ കുറച്ച് കഴിയുമ്പോൾ വരും ഡൽഹി മസ്ജിദിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മസ്ജിദിന്റെ കക്കൂസ് ഉണ്ടാക്കിയത് ഈ പറഞ്ഞ പോലെ വേറെ വല്ല അമ്പലങ്ങളും പൊളിച്ചിട്ട് അതിൻ്റെ കല്ല് വെച്ചിട്ട് അതൊക്കെ വരും. ഇങ്ങനത്തെ പല സംഭവങ്ങളും ഇതിൽ വരാനുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കോമഡി. ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഭരണ സംവിധാനവും ഒരു നീതിന്യായ വ്യവസ്ഥയും നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് നമ്മുടെ സ്വയം പ്രഖ്യാപിത ദൈവം ബയോളജിക്കൽ ദൈവം അത് എല്ലാ വിധത്തിലുള്ള അതിനുള്ള അനുമതി കൊടുത്തിട്ടുണ്ട്. പുറത്ത് പുടവായി മറ്റേ പുടവയും കല്ലും മുള്ളൊക്കെ കൊടുക്കുകയും ചെയ്യും, അകത്തു കൂടെ പുടവ വിരിക്കുകയും ചെയ്യും. ഇതാണ് നമ്മുടെ നാട്ടിൽ ഇപ്പം നടക്കുന്നത്. പല പല സേന നേരിട്ട് നോക്കിക്കഴിഞ്ഞാൽ BJP ഒന്നിലും ഇൻവോൾവ് അല്ല, RSS ഒന്നിലും ഇൻവോൾവ് അല്ല. അതായത് ബാബരി പൊളിച്ചതിന് ശേഷമുള്ള കാര്യമായിട്ട് പറഞ്ഞ് സംഘപരിവാർ ഒന്നിനും ഇൻവോൾവ് അല്ല. ഇവരുടെയൊക്കെ പോഷക സംഘടനകളുണ്ട്. അതായത് മൂത്രം വയ്ക്കുമ്പോൾ തുള്ളി തെറിക്കുന്ന പോലെ കുറേ തെറിച്ച സംഘടനകളുണ്ട്. ഈ പറഞ്ഞ പോലെ ഹിന്ദുസേന, ശിവസേന, രാമസേന, കൃഷ്ണസേന, സുഗ്രീവസേന, രാവണസേന, ശൂർപ്പണഖ സേന, അങ്ങനത്തെ ഒരുപാട് സേനകളാണ്. ഈ സേനകളെല്ലാം കൂടെ 4 പുറത്തുനിന്നും കേസ് കൊടുത്തുകൊണ്ടിരിക്കുക. നമുക്കറിയാം ബാബരി കഴിഞ്ഞു, മധുര, കാശി, ഗാൻവാബി, കഴിഞ്ഞുള്ള സാമ്പാല്, അതിനുശേഷം നമ്മുടെ അജ്മീറിൻ്റെ വാർത്ത 2 ദിവസം മുമ്പ് കഴിഞ്ഞിട്ടുള്ളതാ. ഇന്ന് ഡൽഹി ജമാ മസ്ജിദും അവരുടെ ലിസ്റ്റിലോട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ പടികളിലാണോ അല്ലേ ഏതോ അമ്പലത്തിൻ്റെ കല്ല് കൊണ്ട് വെച്ചിരുന്നുള്ളത്. ഇനിയിപ്പോൾ ആ കല്ല് അങ്ങോട്ട് പൊളിച്ചു കൊടുക്കാന്ന് വെച്ചാലോ അത് പറ്റൂലോ അല്ലേ. അതിൻ്റെ അടിയിൽ മൊത്തം വിഗ്രഹങ്ങൾ കയറ്റി വെച്ചിട്ടാണല്ലോ അതിൻ്റെ ഫൗണ്ടേഷൻ ഉണ്ടാക്കിയത്. എങ്ങനെയുണ്ട്? അടുത്ത ആവശ്യവുമായി എത്തിയിരിക്കുകയാണ്. എന്താണത്? അനുജ, സമ്പലിലെ മസ്ജിദ് ഒപ്പം തന്നെ പിന്നീട് അജ്മീർ ഷരീഫ് ദർഗ എന്നിവിടങ്ങളിൽ സർവേ ആവശ്യവുമായി രംഗത്തെത്തിയ ഹിന്ദുസേന തന്നെയാണ് ഡൽഹിയിലെ ജമാ മസ്ജിദിലും സർവേ നടപടികൾ വേണം എന്ന ആവശ്യവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇക്കാര്യം ഉന്നയിച്ചുകൊണ്ട് ASI ഡയറക്ടർ ജനറൽക്ക് ഹിന്ദുസേന അധ്യക്ഷൻ കത്തയച്ചിരിക്കുകയാണ്. ഈ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് ജോധ്പൂരിലെയും ഉദയ്പൂരിലെയും കൃഷ്ണക്ഷേത്രങ്ങൾ ഔറംഗസീബ് തകർക്കുകയും അവിടെയുണ്ടായിരുന്ന ഈ ശിലാവശിഷ്ടങ്ങൾ, വിഗ്രഹങ്ങൾ എന്നിവ കാളവണ്ടിയിൽ ഡൽഹിയിലേക്ക് എത്തിക്കുകയും അവ ഉപയോഗിച്ചാണ് ഈ ജമാ മസ്ജിദിന്റെ പടികൾ നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ്. കൂടാതെ ഈ വിഗ്രഹങ്ങൾ ജമാ മസ്ജിദിന്റെ പടികൾക്കുള്ളിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത് എന്നും ഇത്തരത്തിലുള്ള ഈ റിപ്പോർട്ടുകൾ അതിന്റെ സത്യാവസ്ഥ കണ്ടെത്തുന്നതിനായി ഈ ASIയുടെ നേതൃത്വത്തിൽ സർവേ നടത്തണമെന്നാണ്
ആവശ്യം. നിലവിൽ ASIയുടെ കൈവശം തന്നെയാണ് ഈ ജുമാ മസ്ജിദ്. അതുകൊണ്ട് തന്നെ ASI തന്നെ സർവേ നടത്തി അതിൻ്റെ വാസ്തവം കണ്ടെത്തി ആ ശിലകൾ കണ്ടെത്തുകയാണെങ്കിൽ, വിഗ്രഹം കണ്ടെത്തുകയാണെങ്കിൽ അഥവാ പിന്നീട് പുനഃസ്ഥാപിക്കണം ക്ഷേത്രങ്ങളിൽ എന്ന ആവശ്യമാണ് ഹിന്ദുസേന ഉന്നയിച്ചിരിക്കുന്നത്. അടുത്ത ഘട്ടമായി നിയമ നടപടികളിലേക്ക് നീങ്ങും എന്ന് തന്നെയാണ് ഹിന്ദുസേന വ്യക്തമാക്കുന്നത്. അതേസമയം സാമ്പൽ വിഷയം അടക്കമുള്ള വിഷയങ്ങളിൽ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് ഉള്ള ഒരു ഘട്ടത്തിലാണ് പുതിയ ഒരു ആവശ്യവുമായി ഹിന്ദുസേന രംഗത്ത് വന്നിരിക്കുന്നത്. അതെ, ഡൽഹി ജമാ മസ്ജിദിലും സർവേ വേണമെന്നുള്ളതാണ് ഹിന്ദുസേനയുടെ ആവശ്യം. ജോധ്പൂരിലെയും ഉദയ്പൂരിലെയും ക്ഷേത്രാവശിഷ്ടം കൊണ്ടാണ് ജമാ മസ്ജിദിന്റെ പടികൾ നിർമ്മിച്ചത് എന്നതാണ് ഹിന്ദുസേന ചൂണ്ടിക്കാട്ടുന്നത്. ഇതാണ് അവസ്ഥ. ഈ തലയിൽ തലച്ചോറുള്ളവരോണ്ടല്ലേ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അതല്ലാതെ തലയിൽ ചാണകം കയറ്റി വെച്ചവരോണ്ട് വല്ലതും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ചോദിക്കാൻ ചെന്നവനെ വെട്ടിക്കൊല്ലുക എന്നുള്ള അവസ്ഥയിൽ നടക്കുന്ന ഈ ടീംസിനോട് വല്ലതും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. പണ്ടും ഇപ്പോഴും എന്നും ഇപ്പം പ്രത്യേകിച്ച് എല്ലാവരും പറയും ഈ സംഗീനെ പഠിപ്പിക്കുന്ന നേരം കൊണ്ട് മറ്റേ പോത്തിനെ ചെവിയിൽ വേദോതി കൊടുക്കുന്നതാണ്. കുറച്ചും കൂടെ ഒക്കെ പോത്തിനത് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ശേഷിയുണ്ട്. അപ്പം ഇങ്ങനത്തെ പള്ളികളും ഇനി അടുത്തത് താജ്മഹലൊക്കെ ആവാനാ ചാൻസ്. ഓൾറെഡി അവിടെ പോന്നിട്ടുണ്ട്. താജ്മഹലിൻ്റെ അടിയിൽ ശിവലിംഗം ഉണ്ടെന്നും പറഞ്ഞിട്ട്. ഇതുപോലെ പല സ്ഥലത്തും ലിംഗങ്ങളുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ ഓരോന്നായിട്ട് വരും. ഇതൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് വരാനൊരു കൂട്ടരും ഉണ്ട്. ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യാനും നമ്മുടെ സകലമാന സംവിധാനങ്ങളും ഇവരുടെ കൂടെ ഉണ്ട്. പിന്നെ നമ്മുടെയൊക്കെ നാട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിനെ ചൂട്ട് പിടിച്ചിട്ട് ഇതിൻ്റെ ലങ്കോട്ടിയിൽ ഊഞ്ഞാലാടുന്ന കുറേ സപ്പോർട്ട് ചെയ്ത് നടക്കുന്ന കുറേ ടീം അത് വേറെയുണ്ട്. അതാണ് ഏറ്റവും കോമഡി നമ്മുടെ നാട്ടിൽ. X ആയിട്ടും Y ആയിട്ടും W ആയിട്ടും പക്ഷെ മുസ്ലിം പേര് വിട്ടിട്ട് കളിക്കൊന്നുമില്ല. അതവിടെ ഉണ്ടാവും. അതാണ് അങ്ങനെയാണ് നാട്. അങ്ങനെ നമ്മളിങ്ങനെ ഫണ്ടിറക്കി നാട്ടിലെ ആൾക്കാരുടെ മനസ്സിലോട്ട് ഇല്ലാത്ത കള്ളത്തരം കയറ്റി ഒരു വിദ്വേഷം പരസ്പരം ഉണ്ടാക്കുക, തമ്മിൽ തല്ലിക്കുക, എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് അതുപോലെ മിണുങ്ങി തൂറി ജീവിക്കുക. അങ്ങനത്തെ കുറേ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് പൊക്കോളുക. ചരിത്ര പ്രധാനമായിട്ടുള്ള പള്ളികളും ദർഗകളും കേട്ടോ, വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. ഇതൊക്കെ പോയി കണ്ടുകൊള്ളുക. അല്ലെങ്കിൽ അതിൻ്റെ മുമ്പുള്ള മുസ്ലിം ആളുകൾ ഉണ്ടാക്കിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോയി കണ്ട് ഫോട്ടോ ഒക്കെ എടുക്കുക. അതിൻ്റെ മുമ്പിലൊക്കെ കയറുക, അതുപോലെ ഫോട്ടോ എടുത്ത് വെക്കുക. അപ്പോൾ പിന്നെ അത് മിസ്സായി എന്നുള്ളൊരിത് ഉണ്ടാവില്ല. അല്ലെങ്കിൽ സകലതും പൊളിച്ചടക്കും ഞങ്ങളിവിടെ.